മോർണിംഗ്. ആദ്യം തന്നെ ഗീത ടീച്ചർ ആൻഡ് ലെച്ചൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ സന്തോഷത്തോടെ നേരുന്നു. അപ്പം ഇന്ന് ക്രിസ്തുമസ് അല്ലേ, അപ്പം നമ്മളിന്ന് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നത്. ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയ ആൾ നമ്മുടെ സതീഷ് ഏട്ടനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് നന്നായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഭക്ഷണമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും, പക്ഷെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ സതീഷ് ഏട്ടനാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയുള്ളത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ബ്രോസ്റ്റഡ് ആണ്, അതിന് കുബൂസ്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഹോസ്റ്റലുണ്ട്, 10ഓളം കുട്ടികളുള്ള ഒരു ഹോസ്റ്റല്. പിന്നെ ഒരു ഗാർമെൻറ്റ്സ് ഉണ്ട്, പിന്നെ സ്റ്റേഷനറി, പലചരക്ക്, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, പ്ലാസ്റ്റിക്സ്, അങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ചെറിയ കട നമ്മുടെ വീടിനോട് ചേർന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ, ഒരുവിധം കുട്ടികളൊക്കെ പോയി. 1-2 കുട്ടികൾ മാത്രമാണ് പോകാൻ പറ്റാണ്ട്, അവർക്ക് ഇത്തിരി ലോങ്ങുള്ള കുട്ടികളാണ്. പിന്നെ അവർക്ക് നാളെ എക്സാമും കൂടിയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവരൊക്കെ പോയി. അപ്പം ഇന്ന് എന്തായാലും ക്രിസ്മസ് ആണല്ലോ, അപ്പം എന്തായാലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളിന്നൊരു ബ്രോസ്റ്റഡ് ഉണ്ടാക്കി. അപ്പം ഞാൻ സൈഷായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാണ് കേട്ടോ. ചിക്കൻ ചെയ്തത് എന്താണെന്ന് വിചാരിച്ചാൽ 4 കിലോൻ്റെ ഒരു ചിക്കനാണ് നമ്മൾ വാങ്ങിച്ചത്. അതിനെ 15 പീസുകളാക്കി നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ വാരാൻ വേണ്ടി വെച്ചു. നന്നായി വാർന്ന് വെള്ളം മുഴുവൻ പോയതിന് ശേഷമാണ് നമ്മളത് മിക്സ് ചെയ്തത്. അതിലേക്ക് എടുത്ത സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാലൊരു ഗ്ലാസ് പാകത്തിനാണ്, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പാലെടുത്തു. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരി എടുത്തു, 2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തു, ചുമന്ന മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തു, പിന്നെ ഒരു മുട്ട എടുത്തു, പാകത്തിന് ഉപ്പെടുത്തു. അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ, ഏകദേശം ഒരു 3 മണിക്കൂറോളം നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് അതിൽ പുരട്ടി വെച്ച്. ഇതൊക്കെ കൂടിയിട്ട് പാല്, വിനാഗിരി, കുരുമുളക്, മുളക് പൊടി, മുട്ട, അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരച്ച്, നമ്മളിങ്ങനെ നന്നായി അരയ്ക്കണമല്ലോ. അതായത് മിക്സ് ചെയ്തതിന് ശേഷം ഈ വാര വെച്ചിട്ടുള്ള ചിക്കൻ അതിൽ പുരട്ടിയിട്ട് നമ്മൾ ഒരു 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കുകയാണ് ചെയ്തത്. ആ 3 മണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷം അത് നമ്മൾ മുക്കി അങ്ങനെ അതൊക്കെ പുരട്ടി എല്ലാം നമ്മൾ 15 പീസാക്കിയിട്ടുള്ളത് നന്നായിട്ട് അതിലൊക്കെ പുരട്ടി നന്നായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ഗ്രാം മൈദ, പിന്നെ ഒരു 100 ഗ്രാം കോൺഫ്ലവറിൻ്റെ പൊടി, 2 മുട്ട, പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ വിനാഗിരി, ഇതൊക്കെ അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി, ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന പാകത്തിൽ, അത്ര നന്നായി ലൂസാവാനും പാടില്ല, നന്നായി കട്ടയാവാനും പാടില്ല, ആ പാകത്തിൽ നമ്മളതിനെ ഇങ്ങനെ ഒരു കുഴച്ച് ലൂസാക്കി, നല്ല ലൂസാക്കാണ്ട് ഒരു പാകത്തിനുള്ള മാവാക്കിയിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൈദയും കൂടിയിട്ടിട്ട്, വേണമെന്ന് വെച്ചാൽ ഒരു നുള്ള് ഉപ്പ് വേണമെന്ന് വെച്ചാൽ ഇടാം, അതിട്ട് പൊടിയാക്കിയിട്ട് വെച്ചു, വെറും പൊടിയായിട്ട് കേട്ടോ. അപ്പം അതായത് ഈ കോഴി നമ്മൾ പരട്ടിയിട്ട് പാലും വിനാഗിരിയും കുരുമുളകും മുളക് പൊടിയും മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, കോഴീനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതങ്ങനെ തന്നെ എടുത്തിട്ട് ഈ മൈദ, കോൺഫ്ലവർ, മുട്ട, വിനാഗിരി എന്നിവ, അരിപ്പൊടി, ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ളതിൽ മുക്കിയെടുത്തിട്ട് അവസാനം ഈ പൊടിയിൽ, അതായത് കോൺഫ്ലവറും മൈദയും പിന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് നുള്ള് ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ള പൊടിയിൽ നന്നായി ഇങ്ങനെ അത് പൊടിയാണ്, അതിൽ എടുത്തിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ മൊരിയിച്ചു. അപ്പോൾ അങ്ങനെ മൊരിയിച്ച് കിട്ടിയതാണ് നമ്മുടെ ഈ ബ്രോസ്റ്റഡ്. പിന്നെ സൈഷേട്ടൻ ഇന്നലെ അതിലേക്ക് മറ്റേ കുബൂസ് മേടിച്ചു കൊണ്ടുവന്നു. സോസ് നമുക്ക് കടയുള്ളത് കൊണ്ട് സോസ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് എടുത്തു. മയോണൈസ് ആളുണ്ടാക്കുകയാണ് ചെയ്തത്, അതെടുത്തത്. അതിനു വേണ്ടി നമ്മളെടുത്ത സാധനങ്ങൾ 2 മുട്ടയുടെ വെള്ള, പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ ഒരു 3-4 പൂറ്റ് വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ചൊരു തുണ്ട് പഞ്ചസാര,
ഇതൊക്കെ കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മിക്സി അങ്ങനെ അടിച്ചപ്പോൾ തന്നെ നിർത്തി. പിന്നെ വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വീണ്ടും അടിച്ചു. അല്ലാച്ചെങ്കിൽ ഇതിങ്ങനെ ലൂസ് പോലെയാവുന്നു. അപ്പം നിർത്തി കുറേശ്ശെ നിർത്തി തിരിച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചടിക്കുമ്പോഴാണ് നമുക്ക് വിചാരിച്ച പോലെ ഒരു കുഴകുഴാന്നുള്ള മയോണൈസായിട്ട് കിട്ടുന്നത്. അപ്പോൾ മയോണൈസ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. മേടിച്ചത് നമ്മൾ സോസും അതുപോലെ തന്നെ കുബൂസും നമ്മൾ മേടിക്കുകയാണ് ചെയ്തത്. പിന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സതീഷ് ഏട്ടൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ സ്പെഷ്യൽ സതീഷ് ഏട്ടൻ ഉണ്ടാക്കിയ നമ്മുടെ ബ്രോസ്റ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഗൗതമി ഗാർമെൻറ്റ്സിലേക്ക്, അതുപോലെ ഗൗതമി ഗാർമെൻറ്റ്സിൻ്റെയും പിന്നെ ഞങ്ങളുടെ ഈ സ്റ്റോറിൻ്റെയും ഗൗതമി ഹോസ്റ്റലിൻ്റെയും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും വക എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ.